ഹലോ ഗായ്സ്, ഇപ്പൊ അടൂര് ന്യൂസ് ട്രെൻഡ് സെക്ടറിനകത്തിൽ ഒന്നാമത് നിൽക്കുന്ന കരിക്കിനത്ത് സിൽക്ക് ഗലേറിയയിലെ പ്രശ്നങ്ങളാണ്. 95ഓളം സ്റ്റാഫുകളെ അറിയിക്കാതെ കട പൂട്ടിയെന്നും അതേപോലെ അവർക്ക് കഴിഞ്ഞ മാസം വരെ ശമ്പളം കൊടുത്തതാണ്, ഈ മാസം ശമ്പളം കൊടുത്തില്ല, ഇൻക്രിമെന്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസ് വരുന്നുണ്ട്. അവരറിഞ്ഞതേയില്ല ഈ കട പൂട്ടാൻ പോവാണെന്നുള്ള കാര്യം. സ്റ്റോക്ക് പോയതും കണ്ടെയ്നറിൽ എടുത്തോണ്ട് പോയതും ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്ത് കള്ളത്തരമായ കാര്യം. അവര് 2 മാസമായിട്ടുള്ളൂ അവരുടെ പഴയ കരിക്കിനത്ത് പൂട്ടിയത്. ഫാക്ടറി സെയിലൊക്കെ നടത്തി അവർ പൂട്ടിയായിരുന്നു. അപ്പൊ ഈ കരിക്കിനത്തിലെ ജോലിക്കാർക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. കച്ചവടം കുറയും, അല്ലെങ്കിൽ കച്ചവടം കുറയുന്നതിനനുസരിച്ച് കട ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൂട്ടും എന്നുള്ളത്. പിന്നെ ഈ പ്രഹസനത്തിന്റെ വല്ല കാര്യമുണ്ടോ? അതേപോലെ തന്നെ കരിക്കിനത്തിന് പല പല ശാഖകളുണ്ട്. അടൂരുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, തിരുവല്ലയിലുണ്ട്, കോട്ടയത്തുണ്ട്. അപ്പൊ ഇവരെ സഹോദരങ്ങൾ കൂടി നടത്തുന്നതാണ്. 2013 പത്തനംതിട്ട ബ്രാഞ്ചിൽ നടന്ന ഒരു പ്രശ്നമാണ് ഇത്രയും കടക്കണിയിലേക്ക് ആകാൻ കാരണമായത്. കാരണം വെച്ചാൽ അവിടുത്തെ ക്യാഷ് മുക്കി. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കാര്യങ്ങൾക്ക് അയാൾ മരണപ്പെടുകയും ചെയ്തു. ഒടുവിൽ ആ ഒരു കേസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പൈസകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കരിക്കിനത്തിന് തൊട്ട് ചേർന്നിരുന്നതായിരുന്നു കല്യാൺ ജുവലേഴ്സ്. ആ ടവറിൽ തന്നെ നിന്നിരുന്നു. അവർ തന്നെ അവിടുന്ന് മാറി വൈദ്യൻ ടവറിൽ വന്ന് കല്യാൺ ജുവലേഴ്സ് പുതിയതിട്ടു. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു ശരാശരി ഒരു ജോലിക്കാരനും മനസ്സിലാക്കാൻ പറ്റും കട പൂട്ടാൻ പോവാണെന്ന്. ഓക്കെ.